വെൽക്കം ബാക്ക് ടു സക്സസ് അക്കാഡമീസ് യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് 10th നവംബർ 2022 നടന്ന SSC CPO എക്സാമിൻ്റെ ഷിഫ്റ്റ് 2 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസ് ദാറ്റ് കറക്റ്റ്ലി യൂസസ് ദ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ. അപ്പോൾ ഈ എല്ലാ സെൻറ്റൻസിലും കറക്റ്റായിട്ട് ആർട്ടിക്കിൾ യൂസ് ചെയ്തിട്ടുള്ള ഏതാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ സെൻറ്റൻസിൽ നോക്കുമ്പോൾ ബിഗ് സിറ്റി എന്നുള്ളത് വരണുണ്ട്, അതിൻ്റെ അവിടെ എ ബിഗ് സിറ്റി എന്നുള്ളതും വരണം. പിന്നെ അതുപോലെ ലോട്ട് ഓഫ് വരണതിൻ്റെ അവിടെ എ ലോട്ട് ഓഫും യൂസ് ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള വരുമ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. കാരണം ബാക്കിയുള്ള ഓപ്ഷൻസിൽ അത് മിസ്സിങ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇൻ എ ബിഗ് സിറ്റി ആണ് വരേണ്ടത്. കാരണം ബിഗ് കോൺസണൻ്റ് ആയിട്ട് തുടങ്ങുന്നതുകൊണ്ട് അവിടെ എ ആണ് യൂസ് ചെയ്യേണ്ടത്, ആന് യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എ ഓപ്ഷൻ റോങ് ആണ്. പിന്നെ ലോട്ട് ഓഫ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ എ ലോട്ട് ഓഫ് ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ വരേണ്ടത് ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻറ്റോണിം ഓഫ് ദ ഗിവൺ വേർഡ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള വേർഡിൻ്റെ ആൻറ്റോണിം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് മീനിങ് ഉള്ള വേർഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. വിഗറസ് എന്നുള്ളത് പറയുമ്പോൾ പവർഫുൾ ആണ് വരുന്നത്. അപ്പോൾ പവർഫുൾ എന്നുള്ളത് വരുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് വരേണ്ടത് വീക്ക് എന്നുള്ളതാണ്. ബോയൻഡ്, സ്റ്റേർഡി, റോബസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ അത് പവർഫുൾ എന്നുള്ള മീനിങ് ആണ് വരുന്നത്. സ്റ്റേർഡി എന്നുള്ള പറയുമ്പോൾ കുറച്ചും കൂടി ഹാർഡ് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് ഓപ്ഷൻ സി ആണ്, ഫ്രെയിലാണ് വരിക. ഫ്രെയിലിൻ്റെ മീനിങ് വീക്കാണ്. നെക്സ്റ്റ് വൺ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മീനിങ് ഓഫ് ദ ഗിവൺ ഇഡിയം. അപ്പോൾ നമുക്കൊരു ഇഡിയം തന്നിട്ടുണ്ട്, അതിൻ്റെ കറക്റ്റ് മീനിങ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സ്ലാപ്പ് ഓൺ ദ റിസ്റ്റ് എന്നുള്ളതാണ് നമുക്ക് തന്നിട്ടുള്ള ഇഡിയം. സ്ലാപ്പ് ഓൺ ദ റിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു മൈൽഡ് പണിഷ്മെൻറ്റ് കൊടുക്കുക, അതിനെയാണ് സ്ലാപ്പ് ഓൺ ദ റിസ്റ്റ് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, എ വെരി മൈൽഡ് പണിഷ്മെൻറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, select the most appropriate option that can substitute the underlined segment in the given sentence. അപ്പോൾ നമുക്കിതിൽ അണ്ടർലൈൻ ചെയ്ത് തന്നിട്ടുണ്ട്, അതിനെ പറ്റിയൊരു സബ്സ്റ്റിറ്റ്യൂട്ടാണ് നമുക്ക് ഓപ്ഷൻ എന്ന് കണ്ടുപിടിക്കേണ്ടത്. ഷീ ഹാസ് ലെറ്റ് ഹെർസെൽഫ് ബി ഗോൺ ആഫ്റ്റർ ഹെർ ഡിവോഴ്സ്. അപ്പോൾ ഡിവോഴ്സിന് ശേഷം ആൾ റിലാക്സ്ഡ് ആയി, അല്ലെങ്കിൽ ഷീ ഈസ് നോട്ട് കൺസേൺഡ് അബൌട്ട് ഹെർസെൽഫ്, അതാണ് അവിടെ മീനിങ് വരുന്നത്. അതിന് യൂസ് ചെയ്യുന്ന വേർഡ് എന്നുള്ള പറയുന്നത് ഓപ്ഷൻ എ ആണ്, ലെറ്റ് ഹെർസെൽഫ് ഗോ ആണ്, അല്ലാതെ ലെറ്റ് ഹെർസെൽഫ് ബി ഗോൺ അല്ല. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദ ഗിവൺ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്. അപ്പോൾ നമുക്ക് ആ തന്നിട്ടുള്ള സെൻറ്റൻസിന് പകരം യൂസ് ചെയ്യാൻ പറ്റിയൊരു വൺ വേർഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ടു ബിക്കം എ സ്ട്രോങ് പേഴ്സൺ ഇൻ സ്പൈറ്റ് ഓഫ് മെനി ഡിഫിക്കൽട്ടീസ്. അപ്പോൾ കുറേ ഡിഫിക്കൽട്ടീസ് വന്നു കഴിയുമ്പോൾ നമ്മൾ റെസിസ്റ്റൻ്റ് അല്ല ആവുക. അപ്പോൾ റെസിസ്റ്റൻറ്റിന് പറ്റിയ ഒരു വേർഡാണ് നമുക്ക് അതിന് കണ്ടുപിടിക്കേണ്ടത്. നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, റെസീലിയൻ്റ് ആണ് വരുന്നത്. ട്രിഗേർഡ് എന്നുള്ളതൊക്കെ പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഇമോഷണലി എക്സൈറ്റഡ് ആക്കുന്നത് അല്ലെങ്കിൽ ആംഗ്രി ആക്കുന്ന കാര്യങ്ങളെയാണ് നമ്മൾ ട്രിഗറിങ് എന്നുള്ളത് പറയുന്നത്. ആങ്ഷ്യസ് എന്ന് പറയുമ്പോൾ ടെൻഷൻ അടിക്കുന്നതിനാണല്ലോ നമ്മൾ ആങ്ഷ്യസ് പറയുന്നത്. സേഫ് അല്ല, അവിടെ ആൻസർ വരുന്നത് റെസീലിയൻ്റ് ആണ്, വിച്ച് മീൻസ് ടു ബിക്കം റെസിസ്റ്റൻറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സിനോണിം ഓഫ് ദ ഗിവൺ വേർഡ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ആ വേർഡിൻ്റെ സിനോണിം അല്ലെങ്കിൽ സിമിലർ മീനിങ് ഉള്ള വേർഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പെൻചാൻറ്റ് എന്നാണ് തന്നിട്ടുള്ളത്. പെൻചാൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനുള്ള ഒരു ഇഷ്ടം, ഒരു ലൈക്കിംഗ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ലൈക്കിംഗ് ആണ്. അതിലെ ബാക്കി 3 ഓപ്ഷൻസും പെൻചാൻറ്റിൻ്റെ ആൻറ്റോണിംസ് ആണ്. ബിറ്റർനെസ്, സാർനെസ്, ഡിസ്ലൈക്കിംഗ്, ഇതെല്ലാതും നമുക്കത് ചെയ്യാനുള്ളൊരു ഇഷ്ടക്കേട് എന്നുള്ളതാണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ ഇൻകറക്റ്റ്ലി സ്പെൽഡ് വേർഡ് ഇൻ ദ ഗിവൺ സെൻറ്റൻസ്. അപ്പോൾ നമുക്ക് ഈ സെൻറ്റൻസിൽ ഒരു വേർഡ് ഇൻകറക്റ്റായിട്ട് തന്നിട്ടുണ്ട്, അതേതാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഫുഡ് സ്പോളിയേജ് റെഫേഴ്സ് ടു ആൻ ഇറിവേഴ്സിബിൾ മോഡിഫിക്കേഷൻ ഇൻ വിച്ച് ഫുഡ് ബിക്കംസ് ഇൻഎഡിബിൾ ഓർ ഇറ്റ്സ് ക്വാളിറ്റി ഇസ് കോംപ്രമൈസ്ഡ്. അപ്പോൾ ഫുഡ് നാശമാവുക എന്നുള്ളതാണ് വരുന്നത്. അതിൻ്റെ മീനിങ്, അതിൻ്റെ ഇംഗ്ലീഷ് വേർഡ് വരുന്നത് സ്പോളിയേജ് അല്ല, സ്പോയിലേജ് ആണ്. അതുകൊണ്ട് നമ്മുടെ എറർ വരുന്നത് ആൻസർ ബി ആണ് വരിക. അതിൻ്റെ കറക്റ്റ് സ്പെല്ലിങ് വരുന്നത് SPOILAGE. സ്പോയിൽ എന്നുള്ളതാണ്, ചീത്തയാവുക എന്നുള്ളതാണ് അവിടെ മീനിങ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മീനിങ് ഓഫ് ദ ഗിവൺ ഇഡിയം. അപ്പോൾ ഇതിൽ നമുക്കൊരു ഇഡിയം തന്നിട്ടുണ്ട്, അതിൻ്റെ കറക്റ്റ് മീനിങ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്.
എ ലോട്ട് ഓൺ വൺസ് പ്ലേറ്റ്. എ ലോട്ട് ഓൺ വൺസ് പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, എ ലോട്ട് ടു ഡു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻറ്റോണിം ഓഫ് ദ ഗിവൺ വേർഡ്. അപ്പോൾ നമുക്കൊരു വേർഡ് തന്നിട്ടുണ്ട്, അതിൻ്റെ ആൻറ്റോണിം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് മീനിങ് ഉള്ള വേർഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇൻറ്റൻസ് എന്നുള്ള പറയുമ്പോൾ നമ്മൾ ഭയങ്കര തീവ്രമായത് എന്നുള്ളതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് വരേണ്ടത് ഓപ്ഷൻ ഡി ആണ്, നേർത്തത്, ഫെയിൻ്റ് ആണ് നമ്മുടെ ആൻസർ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മീനിങ് ഓഫ് ദ ഗിവൺ ഇഡിയം. ഇതും ഒരു ഇഡിയമാണ്, അതിൻ്റെ കറക്റ്റ് മീനിങ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ടു ബി ഓൺ തിൻ ഐസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ടു ബി ഓൺ തിൻ ഐസ് എന്നുള്ള വരുന്നത് ടു ബി ഇൻ എ റിസ്കി സിറ്റുവേഷൻ ആണ്. അതുകൊണ്ട് നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ടു ബി ഇൻ എ റിസ്കി സിറ്റുവേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻറ്റോണിം ഓഫ് ദ ഗിവൺ വേർഡ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള വേർഡിൻ്റെ ആൻറ്റോണിം ആണ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് മീനിങ് ഉള്ള വേർഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സെപ്പറബിൾ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ എന്തെങ്കിലും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണല്ലോ നമുക്ക് സെപ്പറബിൾ വരേണ്ടത്. അതുകൊണ്ട് നമ്മുടെ ആൻസർ വരുന്നത് എൻ്റെ ഓപ്പോസിറ്റ് ഇൻഡിവൈസിബിൾ ആണ്, ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തത്. ബ്രാഞ്ച്ഡ് എന്നുള്ള പറയുമ്പോൾ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് ബ്രാഞ്ച്ഡ് പറയുന്നത്. ലയബിൾ എന്ന് പറയുമ്പോൾ ബാധ്യതയാണ്. ജുഡീഷ്യസ് എന്നുള്ള പറയുമ്പോൾ കറക്റ്റ് ഡിസിഷൻ എന്നുള്ളതാണ് ജുഡീഷ്യസ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ ഇൻകറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഈ 4 വേർഡ്സിൽ ഒരെണ്ണം സ്പെല്ലിംഗ് ഇൻകറക്റ്റ് ആയിട്ടാണ് തന്നിട്ടുള്ളത്. അതേതാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിൽ ഓപ്ഷൻ ഡി ആണ് നമുക്ക് തെറ്റിച്ച് തന്നിട്ടുള്ളത്. അതിൻ്റെ കറക്റ്റ് സ്പെല്ലിംഗ് വരുന്നത് ALIMENTARY. എലിമെൻ്ററി. എലിമെൻ്ററിയുടെ മീനിങ് വരുന്നത് ന്യൂട്രീഷ്യസ് ആണ് എലിമെൻ്ററി മീനിങ് വരുന്നത്. എലിട്രേറ്റ് അല്ലെങ്കിൽ എലിട്രേഷൻ എന്നുള്ള പറയുമ്പോൾ കോൺസണൻസ് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നതാണ്. വേർഡ്സിൽ പോയംസിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. എലിമെൻ്ററി എന്ന് പറയുമ്പോൾ ബേസിക് ആണ്. ഇല്ലിട്രേറ്റ് എന്ന് പറയുമ്പോൾ അറിവില്ലാത്ത ആൾ എന്നുള്ളതാണ് മീനിങ് വരുന്നത്. നെക്സ്റ്റ് വൺ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ ദാറ്റ് ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദ അണ്ടർലൈൻ സെഗ്മെൻറ്റ് ഇൻ ദ ഗിവൺ സെൻറ്റൻസ്. അപ്പോൾ നമുക്ക് അണ്ടർലൈൻ ചെയ്ത് തന്നിട്ടുണ്ട്, അതിനെ പറ്റിയൊരു സബ്സ്റ്റിറ്റ്യൂട്ടാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഐ വിൽ ബി ഗോൺ ടു ബൈ എ കബേർഡ് വിച്ച് വിൽ ഫിറ്റ് അണ്ടർ ദ സ്റ്റെയർസ്. അപ്പോൾ ഞാൻ വാങ്ങാൻ പോകുന്നു എന്നുള്ളതാണ് വരുന്നത്. അപ്പോൾ വിൽ ബി വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഗോൺ വന്നു കഴിഞ്ഞാൽ അത് മിസ്റ്റേക്ക് ആവും. അവിടെ ശരിക്ക് ഓപ്ഷൻ വരേണ്ടത് ഓപ്ഷൻ എ ആണ്, ഐ ആം ഗോയിങ് ടു ബൈ ആണ് അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ ഞാൻ വാങ്ങാൻ പോവുകയാണെന്നുള്ള പറയുന്നത് ഐ ആം ഗോയിങ് ടു ബൈ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മീനിങ് ഓഫ് ദ അണ്ടർലൈൻ സെഗ്മെൻറ്റ് ഇൻ ദ ഗിവൺ സെൻറ്റൻസ്. അപ്പോൾ ഇതൊരു ഫ്രേസൽ വെർബാണ്. അപ്പോൾ അതിന് കറക്റ്റ് മീനിങ് ഏതാണെന്നാണ് നമുക്ക് ഓപ്ഷനിൽ നിന്ന് കണ്ടുപിടിക്കേണ്ടത്. മിസ് ടീന കുഡ് ഫിനിഷ് ദ അസൈൻമെൻറ്റ് ബൈ ഫ്രൈഡേ അറ്റ് എ പുഷ് വെനസ്ഡേ. അപ്പോൾ അറ്റ് എ പുഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതുപോലെ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്നാലും ശ്രമിച്ചാൽ പറ്റും എന്നുള്ളതാണ് അവിടെ മീനിങ് വരുന്നത്. അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ വരിക. പ്രോബബ്ലി പോസിബിൾ ബട്ട് ഇറ്റ് വിൽ ബി ഡിഫിക്കൾട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മീനിങ് ഓഫ് ദ ഗിവൺ ഇഡിയം. ഇതും നമുക്കൊരു ഇഡിയം തന്നിട്ടുണ്ട്, അതിൻ്റെ കറക്റ്റ് മീനിങ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എ ലെയിം എക്സ്ക്യൂസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ലെയിം എക്സ്ക്യൂസ് എന്ന് പറഞ്ഞാൽ വീക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റുപ്പിഡ് ആയിട്ടുള്ള ഒരു എക്സ്ക്യൂസിനെയാണ് നമ്മൾ ലെയിം എക്സ്ക്യൂസ് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, വീക്ക് എക്സ്ക്യൂസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ ഇൻകറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. അപ്പോൾ നമുക്ക് 4 വേർഡ്സ് തന്നിട്ടുണ്ട്, അതിലൊരെണ്ണം സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിട്ടാണ് തന്നിട്ടുള്ളത്. അതേതാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിൽ ഓപ്ഷൻ എ ആണ് നമുക്ക് തെറ്റിച്ച് തന്നിട്ടുള്ളത്. അതിൻ്റെ സ്പെല്ലിംഗ് വരേണ്ടത് COLUMN, കോളം. കോളം എന്നുള്ള വരി എന്നുള്ളതാണ് മീനിങ് വരുന്നത്. അപ്പോൾ അതാണ് നമുക്ക് ഇൻകറക്റ്റ് ആയിട്ട് തന്നിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദ ഗിവൺ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്. അപ്പോൾ നമുക്ക് ആ തന്നിട്ടുള്ള വേർഡ്സിന് പകരം യൂസ് ചെയ്യാൻ പറ്റിയ വൺ വേർഡാണ് നമുക്ക് കണ്ടുപിടിച്ചെടുക്കേണ്ടത്. എ ലാർജ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ആൾക്കാരുടെ ഒരു കൂട്ടം എന്ന് വെച്ചാൽ ഒരു ക്രൗഡ്, അതിനെയാണ് നമുക്ക് വൺ വേർഡ് യൂസ് ചെയ്യേണ്ടത്. ഫ്ലോക്ക് നമ്മൾ ബേർഡ്സിനോ അല്ലെങ്കിൽ ഷീപ്പിൻ്റെ ഗ്രൂപ്പിനെ യൂസ് ചെയ്യണതാണ്. ഹേർഡ് ഇതുപോലെ കൗവിൻ്റെ ഗ്രൂപ്പിനെയാണ്, അതിന് കളക്റ്റീവ് നൗണാണ്, കൗവിൻ്റെ ഗ്രൂപ്പിനെയാണ് നമ്മൾ ഹേർഡ് പറയുന്നത്. കോൺവൊക്കേഷൻ നമ്മൾ സാധാരണ യൂസ് ചെയ്യണത്
ഒരു ഫോർമൽ മീറ്റിംഗ് ഓഫ് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിനെയാണ് നമ്മൾ കോൺവക്കേഷൻ പറയുന്നത്. അതുപോലെ തന്നെ ഈഗിളിൻ്റെ ഗ്രൂപ്പിനെയും നമ്മളിതുപോലെ കോൺവക്കേഷൻ എന്നാണ് പറയാം. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഹോഡാണ് നമ്മുടെ ആൻസർ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ കറക്റ്റ് മീനിങ് ഓഫ് ദ അണ്ടർലൈൻഡ് ഇഡിയം. അപ്പോൾ നമുക്ക് ഈ സെൻറ്റൻസിൽ ഒരു ഇഡിയം അണ്ടർലൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. അതിൻ്റെ കറക്റ്റ് മീനിങ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അവർ ഹാർട്ട്സ് ഗോ ഔട്ട് ടു ദ ഫാമിലീസ് ഓഫ് ദ വിക്ടിംസ് ഓഫ് ദിസ് ടെറിബിൾ ട്രാജഡി. അപ്പോൾ ട്രാജഡി സംഭവിച്ച ആൾക്കാരോട് നമുക്കൊരു സിമ്പതി തോന്നുന്നു എന്നുള്ളതാണ് അവിടെ മീനിങ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ടു ഫീൽ സിമ്പതി ഫോർ സംവൺ വെൻ ദേ ആർ ഡിസ്ട്രെസ്ഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സിനോണിം ഓഫ് ദ ഗിവൺ വേർഡ്. അപ്പോൾ നമുക്കൊരു വേർഡ് തന്നിട്ടുണ്ട്, അതിൻ്റെ സിനോണിം അല്ലെങ്കിൽ സിമിലർ മീനിങ് ഉള്ള വേർഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് തന്നിട്ടുള്ള വേർഡ് പെക്യൂലിയർ ആണ്. പെക്യൂലിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ കാണുന്നതിനേക്കാളും ഡിഫറെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ അൺയൂഷ്വൽ ആണ് നമ്മുടെ വേർഡ് വരുന്നത്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, select the most appropriate option that can substitute the underlined word in the given sentence. അപ്പോൾ നമുക്ക് ഒരു വേർഡ് അണ്ടർലൈൻ ചെയ്ത് തന്നിട്ടുണ്ട് ഈ സെൻറ്റൻസിൽ. അതിൻ്റെ കറക്റ്റ് മീനിങ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നൺ ഓഫ് ദ കൺട്രീസ് ഇൻവോൾവ്ഡ് ഇൻ വാർ were ready to broach the issue of retreat. അപ്പോൾ യുദ്ധത്തിലുണ്ടായിരുന്ന കൺട്രീസ് ഒന്നും ഇതുപോലെ കോൺവെർസേഷൻ അല്ലെങ്കിൽ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യാൻ തയ്യാറായില്ല എന്നുള്ളതാണ് അവിടെ മീനിങ് വരുന്നത്. അപ്പോൾ ബ്രോച്ചിൻ്റെ മീനിങ് വരുന്നത് ഓപ്ഷൻ ബി ആണ്, ബ്രിങ് അപ്പ് ഫോർ ഡിസ്കഷൻ ആണ് നമ്മുടെ ആൻസർ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻറ്റോണിം ഓഫ് ദ അണ്ടർലൈൻഡ് വേർഡ് ഇൻ ദ ഗിവൺ സെൻറ്റൻസ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള സെൻറ്റൻസിൽ ഒരു വേർഡ് അണ്ടർലൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. അതിൻ്റെ ആൻറ്റോണിം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് മീനിങ് ഉള്ള വേർഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഹീ ലീവ്സ് ബിഹൈൻഡ് ആൻ ഇൻഡെലിബിൾ കോൺട്രിബ്യൂഷൻ ടു ദ ഫിനാൻഷ്യൽ വേൾഡ്. അപ്പോൾ അതിൽ ഇൻഡെലിബിൾ എന്നുള്ളത് മായാത്തത് എന്നുള്ള മീനിങ് ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് പെട്ടെന്ന് മാഞ്ഞു പോകുന്നതോ അല്ലെങ്കിൽ താൽക്കാലികമായതോ എന്നുള്ളതാണ് മീനിങ് വരേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ വരിക ഓപ്ഷൻ എ ആണ്, ടെമ്പററി ആണ് വരേണ്ടത്. ഫ്യൂട്ടൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസൾട്ട് ഇല്ലാത്തതിനെയാണ് നമ്മൾ ഫ്യൂട്ടൈൽ പറയുന്നത്. ഡ്യൂറബിൾ എന്ന് പറയുമ്പോൾ വിച്ച് ലാസ്റ്റ് ലോങ് ആണ് ആൻസർ വരിക. സോളിറ്ററി ഒറ്റയ്ക്കാണ്, അതാണ് മീനിങ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മീനിങ് ഓഫ് ദ ഗിവൺ ഇഡിയം. അപ്പോൾ നമുക്കൊരു ഇഡിയം തന്നിട്ടുണ്ട്, അതിൻ്റെ കറക്റ്റ് മീനിങ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ടോഫി നോസ്ഡ് ആണ് നമുക്ക് തന്നിട്ടുള്ള ഇഡിയം. അപ്പോൾ അതിൻ്റെ വൺ വേർഡ് പോലെ പറയുകയാണെങ്കിൽ നമുക്ക് സ്നോബ് അല്ലെങ്കിൽ നാർസിസിസ്റ്റ് എന്നുള്ളത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ അവനാനെ മാത്രം സുപ്പീരിയർ ആയിട്ട് കരുതുകയും ബാക്കിയുള്ളവരെ ഇൻഫീരിയർ ആയിട്ട് ട്രീറ്റ് ചെയ്യുക. അതാണ് ടോഫി നോസ്ഡ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, a person who thinks he is of a high social class and looks down on people of lower class. Next question, select the most appropriate meaning of the underlined idiom. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഈ സെൻറ്റൻസിൽ he is in high spirits today, അതിൽ high spirits എന്നുള്ളതാണ് നമുക്ക് തന്നിട്ടുള്ള ഇഡിയം. അപ്പോൾ അതിൻ്റെ കറക്റ്റ് മീനിങ് വരുന്നത് ടു ബി വെരി ചിയർഫുൾ ആണ്. അതുകൊണ്ട് നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എറർ സ്പോട്ടിംഗ് ആണ്. നമുക്കൊരു സെൻറ്റൻസ് 4ആയിട്ട് ഡിവൈഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അതിൻ്റെ ഏതോ ഒരു പാർട്ടിൽ എറർ ഉണ്ട്. ഇനി എങ്ങാനും എറർ ഇല്ലെങ്കിൽ നോ എറർ ആൻസർ ചെയ്താൽ മതി. ദ റിസർച്ച് ഫെലോ ഡിഫെൻഡഡ് ഹിസ് തെസിസ് സ്കോളർലി ആൻഡ് ഒബ്റ്റെയിൻഡ് ദ ഡിഗ്രി. ഇതിൽ എറർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഹിസ് തെസിസ് സ്കോളർലി എന്നുള്ളതാണ്. അതിൽ അവിടെ സ്കോളർലി എന്നുള്ള വേർഡ് സൂപ്പർഫ്ലസ് ആണ്. തെസിസ് എന്ന് പറയുമ്പോൾ തന്നെ റിസർച്ച് പേപ്പർ, ഒരു സ്കോളർലി റിസർച്ച് പേപ്പറാണ് അതിൻ്റെ മീനിങ് വരുന്നത്, തെസിസിൻ്റെ മീനിങ് വരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മളിനി സ്കോളർലി യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സിനോണിം ഓഫ് ദ ഗിവൺ വേർഡ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള വേർഡിൻ്റെ സിനോണിമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. കോൺട്രറി എന്നുള്ളതാണ് നമുക്ക് തന്നിട്ടുള്ളത്. കോൺട്രറി എന്ന് പറയുമ്പോൾ വൈരുദ്ധ്യമുള്ളത് അല്ലെങ്കിൽ വിപരീതമായതെന്നുള്ളതാണ് വരുന്നത്. അതുകൊണ്ട് നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഓപ്പോസിറ്റ് ആണ് വരിക. വോബ്ലി എന്ന് പറയുമ്പോൾ ഷെയ്ക്കി എന്നുള്ളതാണ് മീനിങ് വരുന്നത്. ക്രുക്കഡ് വളഞ്ഞതാണ്, ക്രുക്കഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് സ്ട്രെയിറ്റ്, നേരെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഇഡിയം ഫോർ ദ അണ്ടർലൈൻ സെഗ്മെൻറ്റ് ഇൻ ദ ഗിവൺ സെൻറ്റൻസ്. അപ്പോൾ നമുക്ക് ഈ സെൻറ്റൻസിൽ കുറച്ച് വേർഡ്സ് അണ്ടർലൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. അതിന് പറ്റിയൊരു ഇഡിയമാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്.
ദ എവിഡൻസ് പുട്ട് ഫോർവേഡ് കുഡ് നോട്ട് കൺഫേം ഹിസ് ഗിൽട്ട്. അപ്പോൾ ഉറപ്പാക്കാൻ പറ്റാതിരിക്കുക. അപ്പോൾ ഉറപ്പാക്കുക എന്നുള്ളതാണ് അവിടെ അണ്ടർലൈൻ ചെയ്ത് തന്നിട്ടുള്ളത്. അതിൻ്റെ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ സി, ബെയർ അപ്പാണ് വരുന്നത്. ബ്രിങ് അപ്പ് എന്നുള്ള പറയുമ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ വളർത്തുക എന്നുള്ളതാണ് വരുന്നത്. ബ്രേക്ക് ഡൗൺ എന്നുള്ള പറയുമ്പോൾ ഒരു സംതിങ് സ്റ്റോപ്പ് വർക്കിംഗ്, അതിനെയാണ് നമ്മൾ ബ്രേക്ക് ഡൗൺ പറയുന്നത്. ബ്ലോ ഓഫ് എന്നുള്ള പറയുമ്പോൾ അൺകവർ ആണ് അവിടെ മീനിങ് വരുന്നത്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഷിഫ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.